A loan of rupees 1,02,000 is to be paid back in two equal annual installments if the rate of interest is 4% per annum compounded annually. Okay. So നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് then the total interest charged under this installment plan. Okay. So ഈ ക്വസ്റ്റ്യൻ മീനിങ് നമുക്കൊന്ന് ആദ്യം നോക്കാം. നമ്മൾ 1,02,200 രൂപ ലോൺ എടുത്തു. 1,02,000 റുപ്പീസിൻ്റെ ചെറിയൊരു ലോൺ എടുത്തിട്ടുണ്ട്. നമ്മളത് എങ്ങനെ തിരിച്ചടക്കുന്നത്? ടു ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് തിരിച്ചടക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ ഒരടവ്, അങ്ങനെ രണ്ടടവ്. ഓക്കെ, അപ്പം 2 വർഷം കൊണ്ടായിരിക്കും നമ്മളത് തിരിച്ചടക്കുന്നത്. അപ്പം തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി, നമ്പർ ഓഫ് ഇയേഴ്സ് വരുന്നത് 2 ഇയേഴ്സ്. ഓക്കെ ആണല്ലോ. അല്ലാതെ ഇതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ല നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഇയേഴ്സ് ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് തന്ന ഡാറ്റ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ 1,02,200 രൂപ ലോൺ എടുത്തു, ഞാനത് തിരിച്ചടക്കുവാണ്. ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്ര അടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടക്കുന്നത്. ആനുവൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഒരു വർഷത്തിൽ ഒരു തവണ. അങ്ങനെ 4% ഇൻട്രസ്റ്റ് റേറ്റ് ഇത് നമുക്ക് തന്നിട്ടുണ്ട്, കോമ്പൗണ്ടഡ് ആനുവലി. അങ്ങനെയാണെങ്കിൽ ആ ലോൺ തിരിച്ചടക്കുന്ന സമയത്ത് ടോട്ടൽ ഞാൻ എത്ര രൂപ ഇൻട്രസ്റ്റ് അടച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 1,02,200 രൂപ ലോൺ എടുത്തത് തിരിച്ചടക്കുമ്പോൾ ഒരു വർഷം ഞാൻ എത്ര രൂപ ലോൺ തിരിച്ചടച്ചു, അല്ലേ? ഒരു വർഷം എത്ര രൂപ ഞാൻ തിരിച്ചടച്ചു എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് അറിയുന്നൊരു കാര്യമുണ്ട്, ലോണിൻ്റെ കേസിൽ നമുക്ക് നോർമലി വരുന്നത് പ്രസന്റ് വാല്യൂവിൻ്റെ ഇക്വേഷൻ ആണ്. ഐ മീൻ പ്രസന്റ് വാല്യൂ ആനുവിറ്റി റെഗുലറിൻ്റെ ഇക്വേഷൻ. നമുക്കത് ആദ്യം ഒന്ന് എഴുതി വെക്കാം. പ്രസന്റ് വാല്യൂ ഈക്വൽ ടു 3 ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്ററിനകത്ത് GT ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രസന്റ് വാല്യൂ ഈക്വൽ ടു A ഇൻറ്റു സിഗ്മ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I ടു ദ പവർ N. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അറിയുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയാം ലോൺ എടുത്തത് 1,02,200 രൂപയാണ്. ഐ മീൻ ആ 1,02,200 രൂപ എനിക്ക് ഇന്ന് കിട്ടും. ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ അല്ലേ? അപ്പോൾ പ്രസന്റ് വാല്യൂവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതും? 1,02,200 രൂപ ഈക്വൽ ടു എ എന്ന് പറയുന്നത് ആനുവിറ്റി പീരിയോഡിക് പേയ്മെൻറ്റ്സ് ആണ്, നമുക്ക് അറിയില്ല, അതാദ്യം കണ്ടുപിടിക്കണം. സോ അവിടെ ഞാൻ എ തന്നെ ഇട്ട് കൊടുത്തു. ഇൻറ്റു സിഗ്മ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് I നമുക്ക് തന്നിട്ടുണ്ട് 4% ആണ്. അപ്പോൾ അതിനെ ഡെസിമലിലോട്ട് മാറ്റുന്ന സമയത്ത് 0.04 വരും ടു ദ പവർ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഒരു വർഷത്തിൽ ഒരടവ്, അങ്ങനെ 2 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് 2 അടവ് അടക്കേണ്ടി വരും. ഓക്കെ, സോ Nൻ്റെ സ്ഥാനത്ത് 2. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എയുടെ ആൻസർ കിട്ടണം. എയുടെ ആൻസർ നമുക്ക് എങ്ങനെ കിട്ടുക? കാൽക്കുലേറ്റർ എടുക്കുക. ഞാൻ ആദ്യം അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതി തരാം, എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ, ഓക്കെ സ്റ്റെപ്പ് നമുക്ക് വേറെ എഴുതി വെക്കാം. A ഈക്വൽ ടു, ഓക്കെ കാൽക്കുലേറ്ററിനകത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് 1 ഡിവൈഡഡ് ബൈ 1.04. 1.04 ഓക്കെ ആണല്ലോ. എന്നിട്ട് 2 ഈക്വൽ ടു അടിക്കുക. 1.04 2 ഈക്വൽ ടു അടിക്കുക. 2 വർഷത്തെ കേസല്ലേ. എന്നിട്ട് GT എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഇതിൻ്റെ വാല്യൂ നമ്മുടെ GTക്ക് അകത്തുണ്ടാവും. എന്നിട്ട് വേണമെങ്കിൽ M+ ചെയ്യാം. അതിനുശേഷം ആ വാല്യൂ 1,02,000 അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് 1,02,000 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1.04 ഈക്വൽ ടു GT. എന്നിട്ട് ഞാൻ ആ വാല്യൂവിനെ M+ ചെയ്തു. 1,02,000 ഡിവൈഡഡ് ബൈ MRC ഈക്വൽ ടു, എനിക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 54,080 54,080 രൂപ. ഇതാണ് നമ്മൾ ഓരോ വർഷവും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ എത്ര അടവ്, എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ അടക്കുന്നുണ്ട്? 2 ഇൻസ്റ്റാൾമെൻ്റ് ആണ് അങ്ങനെ നമ്മൾ അടക്കുന്നത്. ഓക്കെ, സോ നമ്മളപ്പോൾ ടോട്ടൽ എത്ര രൂപ പേ ചെയ്തിട്ടുണ്ടാവും? ടോട്ടൽ പെയ്ഡ് എന്ന് പറയുന്നത് 54,080 ഒരടവ് വെച്ച് 2 അടവ് അടക്കുന്നുണ്ട് അല്ലേ. സോ ടോട്ടൽ പെയ്ഡ് എന്ന് പറയുന്നത് ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 1,08,160 റുപ്പീസ്. ഓക്കെ, ഇനി ലോൺ എമൗണ്ട് എത്രയാണ് നമുക്ക് നോക്കാം. ലോൺ എടുത്ത എമൗണ്ട് എത്രയാ? 1,02,000 റുപ്പീസ് ആണ് ലോൺ എടുത്തത്. അപ്പോൾ അതിനകത്തുനിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കിട്ടുന്നത് 6,160 റുപ്പീസ് ആണ്. സോ ഇതാണ് നമ്മൾ ടോട്ടൽ അടച്ച ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് പെയ്ഡ്. അതായത് ടോട്ടൽ നമ്മൾ എടുത്ത ലോൺ 1,02,200 രൂപ, ഓരോ അടവും നമ്മൾ 54,080 രൂപ, അങ്ങനെ 2 അടവ് അടക്കുന്ന സമയത്ത് 1,08,160 രൂപ നമ്മൾ തിരിച്ചടച്ചു. പക്ഷെ നമ്മൾ ശരിക്കും എടുത്ത ലോൺ 1,02,200. അപ്പോൾ എക്സ്ട്രാ വന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലേ. സോ ദാറ്റ് ഈസ് 6,160. ഓപ്ഷൻ എ നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.